ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ദിവസം നമ്മൾ ടോൾട്ടറി റിസോർട്ടിലാണ് കേട്ടോ താമസിച്ചത്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് വാലി റിസോർട്ടിൽ നിന്ന് 12 മണിയൊക്കെ ആയപ്പോഴേക്കും ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ ടോൾട്ടറി റിസോർട്ടിലേക്ക് പോകുന്നത്. മൂന്നാർ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിട്ടാണ് ഈ ടോൾട്ടറി റിസോർട്ട് ഉള്ളത്. കുറച്ച് വളഞ്ഞു പൊളഞ്ഞിട്ടുള്ള റോഡുകളൊക്കെ അങ്ങനെ കയറിയിട്ട് വേണം നമുക്ക് ഈ റിസോർട്ടിലേക്ക് എത്താൻ. ഈ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ് കാണാൻ. അങ്ങനത്തെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് 2 മണിയായ സമയത്ത് നമ്മൾ എത്തി. 2 മണിക്കാണ് ചെക്കിന്. അതോടെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കറക്റ്റ് ടൈമിന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ. ഏകദേശം ഒരു 66 ഹെക്ടർ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. പൊതുവെ ഇവിടെ ഫോറിനേഴ്സും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസും ആണ് കൂടുതലായിട്ട് വരാറുള്ളത്. പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിലുള്ള കോട്ടേജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു റിസോർട്ടിലുള്ളത്. മൂന്നാറിലെ ഫേമസ് റിസോർട്ടുകളിൽ പെട്ടിട്ടുള്ള ഒരു റിസോർട്ട് കൂടിയാണ് ഈ ഒരു ടോൾട്ടറി റിസോർട്ട്. അപ്പോൾ ഇനി നമുക്ക് റിസോർട്ടിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നടന്ന് കാണാനുണ്ട്. ശരിക്കും നമ്മൾ ഇവിടെ വന്നാല് ഓരോരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു റെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഫുൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് കൂടിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അവർക്കുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കിഡ്സ് പാർക്കാണ്. മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു സ്ഥലം കൂടിയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ലഗേജൊക്കെ എടുത്ത് റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. പല പല കോട്ടേജുകളായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് റൂമുകൾ ഉണ്ടാവുന്നത്. പക്ഷേ നമുക്ക് ബോറടിക്കാതെ നടക്കുക, കാരണം ഒരു കാടിലൂടെ നടക്കണ അതേ ഫീലാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് റൂമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു. നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു റൂം തന്നെയാണ്.
അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ടോയ്ലറ്ററി റിസോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ സംഭവവും നല്ല ടോളായിട്ടാണുള്ളത്. നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് വരെ, ഗ്ലാസ് കപ്പും ഒക്കെ നല്ല ഹൈറ്റിലുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് കോഫി ഉണ്ടാക്കാനും ടീ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചുമരിലുള്ള ഫ്രെയിം വർക്ക് വരെ നല്ല ടോളായിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് റൂമിലെ കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമാണിത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു ബാത്റൂം തന്നെയാണ്. പിന്നെ കോവിഡിൻ്റെ എല്ലാ നിയമാവലികളും അനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു റിസോർട്ടാണ് ഈ ഒരു ടോയ്ലറ്ററി റിസോർട്ട്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ റൂമൊക്കെ നന്നായിട്ട് സാനിറ്റൈസർ ഇട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ്ക് ആയിട്ടും ഗ്ലൗസ് ആയിട്ടും സാനിറ്റൈസറും ഒക്കെ നമുക്ക് റൂമിൽ അവൈലബിൾ തന്നെയാണ്. പിന്നെ ഈ ഒരു ബാത്റൂമിൻ്റെ ഒരു ഭാഗമാണ് ഓപ്പണാണ്. കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയൊരു ബാൽക്കണി ഉണ്ട്. ഇപ്പം നമുക്ക് ബാൽക്കണിയിലെ കാഴ്ചകളൊന്ന് നോക്കാം. നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണി തന്നെയാണ്. ബാൽക്കണി നല്ല വ്യൂ ഉണ്ട്. ഇവിടെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഷെൽഫിൽ അയൺ ബോക്സ്, അതുപോലെ തന്നെ ലോക്കർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും നല്ല സേഫായിട്ടുള്ള ഒരു റൂമും റിസോർട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ 4 മണി മുതലേക്ക് ഇവിടെ ഓരോ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് സ്വിമ്മിംഗ് പൂള്. അപ്പോൾ ഇവിടെ 12 മണി മുതൽ 7 മണി വരെയാണ് ടൈം കൊടുത്തിട്ടുള്ളത്. പൂളിൽ നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. നമ്മളൊരു 6:30 to 7 ആ ഒരു ടൈമിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊതുവേ നമ്മൾ റിസോർട്ടിലൊക്കെ പോന്നാൽ വെറുതെ ജസ്റ്റ് റൂമിലിരിക്കുക, ഒന്ന് ഭക്ഷണം കഴിക്കുക, പുറത്തിറങ്ങുക, അത്രയ്ക്കേ പക്ഷേ ഇവിടെ ഈ ഒരു ടോയ്ലറ്ററി റിസോർട്ടിൽ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ വെറുതെ നിന്നിട്ടേ ഇല്ല. ഓരോ ആക്ടിവിറ്റീസായിട്ട് ഇവിടെ ചെയ്യാനുണ്ട്, കാണാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 4 മണിക്ക് ഇവിടെ ടീ ടേസ്റ്റിംഗ് ആണ് ആദ്യം തുടങ്ങുന്നത്, 4 മണി മുതൽ 5 മണി വരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. റെസ്റ്റോറൻറ്റ് കുറച്ച് മുകളിലാണ്, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുട്ടികളെയും കൊണ്ട് പാർക്കിലേക്കൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കുകയാണ്. അങ്ങനത്തെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഗെയിംസും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു റിസോർട്ടിൽ ഇൻഡോർ ഗെയിംസ് ആയിട്ടും ഔട്ട്ഡോർ ഗെയിംസ് ആയിട്ടും ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ ലുഡോ, അങ്ങനത്തെ ക്യാരംസ്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. അങ്ങനത്തെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു റിസോർട്ടിൽ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. കാരണം ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുകൾ ഭാഗമൊക്കെ ഗ്ലാസ് ആണ്. അപ്പോൾ അവർ വെയിലുള്ള സമയത്ത് ഗ്ലാസ്സിന് താഴെ ഒരു കർട്ടൻ ഉണ്ട്, അത് നീക്കിയിടും. വെയിലില്ലാത്ത സമയത്ത് നേരെ അത് ഓപ്പൺ ആക്കിയിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു വെളിച്ചം കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്.
അപ്പോൾ നമ്മൾക്ക് 4 മണി മുതലേക്ക് ടീ ടേസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അതൊരു നമുക്ക് കുറച്ച് നേരം ക്ലാസ് എടുത്തുന്നു, ഒരു 10 മിനിറ്റ് ക്ലാസ് എടുത്തുന്നു. അതിന് ശേഷമാണ് നമ്മൾ ടീ ഒക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ടീയാണ്. എന്താ വെച്ചാൽ വെതർ ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് ബ്ലക്ക് ചെയ്തിട്ട് വെതർ ചെയ്തിട്ട് റോൾ ചെയ്യും. അതായത് പ്രോസസ്സിംഗ് അത് നമ്മൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ റോസിന്റെ മെഡിസിനും റോസ്. അപ്പോൾ ഇതാ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ടീകളൊക്കെ ടേസ്റ്റ് ചെയ്ത് വൈറ്റ് ടീ, റോസ് ടീ അങ്ങനെ ഒക്കെ നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ടീ തന്നെയാണ്. അങ്ങനെ ഇനി നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത് 5 to 6 വാക്കിംഗ് ആണ്, പ്ലാന്റേഷൻ വാക്കിംഗ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ റെസ്റ്റോറൻറ്റ് ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ള. മൂന്നാറിൻ്റെ കുറേ ചരിത്രങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ടൂറിസ്റ്റ് ഏരിയകളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിക്കാനോ പഠിക്കാനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമ്മളൊരു 5:15 ആയപ്പം പ്ലാന്റേഷൻ വാക്കിങ്ങിന് പോവാണ്. നമ്മുടെ കൂടെ ടോയ്ലറ്ററിൽ നിന്നുള്ള ഒരു ഗൈഡും കൂടി ഉണ്ട്. പൊതുവേ നമ്മൾ റിസോർട്ടിൽ പോയാൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ നേരെ ഭക്ഷണം കഴിക്കുക, പിന്നെ എന്തെങ്കിലും സംസാരിക്കുക, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻഡോർ ആക്ടിവിറ്റി ആയിട്ടും ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിട്ടും ഒക്കെ. അത് പിന്നെ നമ്മൾ 4 ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ നല്ല രസമാണ്. ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സോടും ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇത് നല്ലൊരു അനുഭവം കൂടിയായിരുന്നു. പിന്നെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പും കൂടിയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് നമ്മൾ തിരിച്ചെത്തിയൊരു 6:30 ആയ സമയത്താണ്. പിന്നെ 6:30 മുതൽ 7:00 വരെ നമ്മൾ സ്വിമ്മിങ് പൂളിലാണ്. ശരിക്കും 7 മണി വരെ ഉള്ളൂ പൂളിൻ്റെ ടൈം. പിന്നെ നമ്മളിവിടെ എത്താൻ കുറച്ച് ടൈം നേരം വൈകിയതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂർ കൂടി പൂൾ അലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ തണുപ്പാണെന്നുണ്ടെങ്കിലും പൂളിലെ വെള്ളമൊക്കെ നമുക്ക് ഇവർ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോർമലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മക്കളൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു 7:30 മുതൽ 8:30 വരെ ഒരു ടൈമിൽ ക്യാമ്പ് ഫയറിൻ്റെ ടൈമാണ്. അങ്ങനെ നമ്മൾ 9 മണിയൊക്കെ ആയ സമയത്ത് ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് റിസോർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ്. പിന്നെ ഫുഡ് കഴിക്കാൻ വീഡിയോ ഒക്കെയാണ് എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 12:30 വരെ നമ്മൾ വീണ്ടും സംസാരിച്ചിരുന്നു. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഔട്ട്ഡോർ ജിം ഉണ്ട്, അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി. ഈ ഔട്ട്ഡോർ ജിം ശരിക്കൊരു വെറൈറ്റിയാണ്. പൊതുവേ നമ്മൾ ജിമ്മൊക്കെ ഇൻഡോർ ആയിട്ടാണല്ലോ കാണല്ലേ, പക്ഷെ ഇവിടെ ഈ ഒരു ആക്ടിവിറ്റീസ് മുഴുവൻ ഔട്ട്ഡോറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ തന്നെ ജിമ്മൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ജിമ്മൊക്കെ കഴിഞ്ഞ് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു കേട്ടോ. നല്ല സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ മുഴുവനും ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. നമ്മുടെ തായ്ലൻഡ് പുളി മുതൽക്ക് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മിൽക്ക് ഷേക്കും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്രഷ് ജ്യൂസും ഉണ്ട്. പിന്നെ കോൺഫ്ലെക്സ്, ചോക്കോസ്, പിന്നെ നട്ട്സുള്ള കോൺഫ്ലെക്സ്, അങ്ങനെ പല ഐറ്റംസുകളുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിൻ ഐറ്റംസാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇഡ്ഡലി ഉണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലിയിലേക്ക് ചട്നി, അതുപോലെ സാമ്പാർ, പിന്നെ പൂരി ഉണ്ടായിരുന്നു, ബജി,
പിന്നെ കള്ളപ്പം, വെജ് കുറുമ, ആലു പറാത്തി, പിന്നെ ഫ്രഞ്ച് ടോസ്റ്റും, നമ്മുടെ ബ്രെഡിൻ്റെ ഫ്രഞ്ച് ടോസ്റ്റ്, പിന്നെ ഇത് മൈസൂർ ബോണ്ട, അതുപോലെ തന്നെ ചീസ് ടൊമാറ്റോ, പിന്നെ ബോയിൽഡ് എഗ്ഗ്. അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മസാല ദോശ ഉണ്ട്, അതുപോലെ തന്നെ ഓംലെറ്റ് ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷൻ്റെ ബ്രെഡ് ടോസ്റ്റ് സംഭവങ്ങളൊക്കെയാണ്. അതിലേക്കുള്ള ജാം, ബട്ടർ, ഹണി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. പിന്നെ 3 തരം ചട്നികളുണ്ട്. പിന്നെ പല വിധത്തിലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു 9 മണി മുതൽ 10 മണി വരെ റിസോർട്ടിനകത്ത് തന്നെ ട്രെക്കിംഗ് ഉണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. പിന്നെ നമ്മൾ 3-ാമത്തെ ദിവസം മൂന്നാറിൽ തന്നെ നിൽക്കുക, ഏതെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. മൂന്നാർ അതല്ലെങ്കിൽ വാഗമൺ, കുട്ടിക്കാനം അവിടെ എവിടെയെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ക്രിസ്മസിൻ്റെ അന്നാണ് 3-ാമത്തെ ഡേ ആയിട്ട് വരിക. ആ ഒരു സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ടൈം നമ്മൾ പല റിസോർട്ടിലേക്കും വിളിച്ചു നോക്കി, പക്ഷേ എവിടെയും ബുക്കിംഗ് ഇല്ല. അങ്ങനെ പിന്നെ നമ്മൾ ഒരു 4 മണിക്കായ സമയത്ത് നമ്മൾ മൂന്നാറിന് തിരിച്ച് നാട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു മൂന്നാർ യാത്രയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്